അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാം. എല്ലാവരും മഴക്കാലമാണ്, സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും പനിയൊക്കെയാണ്. ഈ മഴക്കാലം വന്നപ്പോൾ എൻ്റെ ഉമ്മനെക്കുറിച്ച് ഓർത്തു. ഉമ്മച്ചീനെക്കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറയാം. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് ഓടി വരും. കാരണം എൻ്റെ ഉമ്മച്ചിക്ക് സുഖമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഉമ്മച്ചീനെ കണ്ട ഒരു ചെറിയ ഓർമ്മകളൊക്കെ ഉള്ളൂ, ഒരുപാട് ഓർമ്മകളൊന്നുമില്ല. മഴ കൂടെ ജീവിച്ചതും അങ്ങനെ ഉമ്മച്ചീനെ കണ്ടതും ഒക്കെ ഒരു ചെറിയ ഓർമ്മകളും ഒരുവിധം ഓർമ്മകളൊക്കെ ഉള്ളൂ. വല്ലാതെ നമ്മളിങ്ങനെ ഇപ്പം നമ്മുടെ മക്കൾക്കുള്ള ഓർമ്മകളൊന്നും ഇല്ല. അത്ര ചെറുപ്പത്തിൽ ഒക്കെ മരിച്ചു. എന്നാലും ഉമ്മച്ചീനെ അറിയാം, ഉമ്മച്ചീൻ്റെ മുഖമൊക്കെ ഓർമ്മയുണ്ട്. ഉമ്മച്ചീൻ്റെ കൂടെ നിന്ന് ഒരുപാട് നാൾ ജീവിക്കാനും പറ്റിയില്ല. ഉമ്മച്ചി എപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു. ഉമ്മച്ചി എപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഇങ്ങനത്തെ മഴ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇങ്ങനത്തെ മഴക്കാലത്തൊക്കെ എൻ്റെ ഉമ്മച്ചി എന്നും ഹോസ്പിറ്റലിലാണ്. അത് മൂവാറ്റുപുഴ ഗവൺമെൻറ് ആശുപത്രി മാത്രമാണ് കേട്ടോ വന്നൊക്കെ അഭയം. കാരണം ശ്വാസം മുട്ട്, വലിവ്, വാൽവിൻ്റെ അസുഖമായിരുന്നു. പക്ഷേ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ മാതിരി സത്യം കണ്ണു പറഞ്ഞു. ഇതെൻ്റെ മനസ്സിൽ നിന്ന് തന്നെ എൻ്റെ കണ്ണീരാണ്. ഇതെൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന എൻ്റെ സത്യസന്ധമായ വാക്കുകളും എൻ്റെ കണ്ണീരുമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മളുള്ളപ്പോൾ നമ്മുടെ വില അറിയില്ല. കാരണം അതങ്ങെടുത്തോ ഇതങ്ങെടുത്തോ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പുറകെ നടക്കുമല്ലേ. എനിക്കൊക്കെ ഒരു കട്ടൻ ചായ നിങ്ങളുടെ ഉമ്മച്ചിയുടെ കയ്യിൽ നിന്ന് വിളമ്പി തരാനോ അല്ലെങ്കിൽ അത് കുടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ നോക്കുമ്പോഴൊക്കെ ഉമ്മച്ചി കിടക്കുവാണ്. നമുക്ക് എണീക്കാൻ പറ്റില്ല. ശ്വാസം മുട്ട്, വലിവ്, അങ്ങനെയുള്ള രോഗങ്ങളായിരുന്നു. നമ്മൾ മക്കളെ അവരുടെ കൂടെ ഇരുത്തി കിടത്തി ഓർക്കാനോ അല്ലെങ്കിൽ എന്നാലും എൻ്റെ ഉമ്മ എല്ലാം ചെയ്യുമായിരുന്നു. പറ്റൂല്ലെങ്കിൽ എല്ലാം ചെയ്യും എന്ന് ഉള്ളൊരു ഓർമ്മ എനിക്കുണ്ട്. പക്ഷേ അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ എനിക്ക് പനിയാണ്, എൻ്റെ അടുത്ത് ഓടിയെത്തുമായിരുന്നു. അത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാ മക്കളുടെ അടുത്ത്, ഞങ്ങൾ 4 പെണ്ണും ഒരാണുമാണ്. പക്ഷെ ഉമ്മ എന്ന് പറയുന്നൊരു സത്യമുണ്ടെങ്കിൽ അവർക്ക് എണീക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഇരുന്ന് അവർക്ക് നിരങ്ങി അവിടെ വരാൻ പറ്റുമെങ്കിൽ അവിടെ ആ മക്കളുടെ അടുത്ത് എത്തുന്ന ഒരു സത്യമാണ് ഉമ്മ. എല്ലാവരും ചിലർ വൈകിപ്പോകും ഉമ്മച്ചീനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ. പക്ഷെ ഞങ്ങൾക്ക് ഉമ്മനെക്കുറിച്ച് മനസ്സിലാക്കാൻ വൈകി പോകേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ ഉമ്മയുടെ അടുത്ത് തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരവും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ചെറുപ്പത്തിൽ മരണപ്പെട്ടതാണ്. പിന്നെ ഞങ്ങളുടെ വാപ്പായും മരിച്ചു. വാപ്പ മരിച്ചിട്ടിപ്പോൾ 9 വർഷം കഴിഞ്ഞു. സത്യം എന്നാലും ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം ആർക്കോ നമുക്ക് ബലങ്ങൾ നഷ്ടപ്പെടുന്നത് പോലൊരു തോന്നൽ വരും ചില സമയങ്ങളിൽ. നമുക്ക് ആർക്കോ നമുക്ക് നഷ്ടപ്പെടും. കാരണം രാത്രി നല്ല പനിയല്ല, നീർക്കെട്ട് കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, വിഷമം, വേദന സമയത്ത് നമുക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ എൻ്റെ വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആലോചിച്ചു. കാരണം വാപ്പ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാപ്പച്ചി ഉണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ മഴയുള്ള സമയത്തൊന്നും ഉറങ്ങില്ല. വാപ്പച്ചി ഇങ്ങനെ എണീറ്റിരിക്കും. പായൽ എണീറ്റിരുന്നിട്ട് കട്ടൻ ചായ ചോദിക്കും. കട്ടൻ ചായ തിളപ്പിച്ച് കുടിക്കും. അതിൻ്റെ കൂടെ ഞങ്ങളും കുടിക്കും. പിന്നെ ഞങ്ങളുടെ വാപ്പച്ചിയുടെ കട്ടൻ ചായ കൂടി കിട്ടിയേക്കുന്ന ഒരാൾ ഞാനാണ്. എൻ്റെ വാപ്പ എപ്പോഴും കട്ടൻ ചായ വേണം. അത് ഗ്ലാസ്സിലൊന്നും കൊടുത്താൽ പോരാ, ഒരു കപ്പിലും ഗ്ലാസ്സും കൊടുക്കണം. അതേ തന്നെയാണ് എനിക്ക് ഗ്ലാസ്സിലൊന്നും കട്ടൻ ചായ കൊണ്ടുവന്നാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഞാൻ തന്നെ എടുത്ത് കൊണ്ടുവരും. കപ്പ് നിറച്ച് കട്ടൻ ചായ വേണം, ഗ്ലാസ്സും വേണം.
അതിൻ്റെ വാപ്പച്ചി ചോറുണ്ണുമ്പോഴും ചായ കുടിക്കുമ്പോഴൊക്കെ കട്ടൻ ചായ വേണം. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ കാരണം വാപ്പച്ചി എനിക്കിങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, നമുക്കൊരു ധൈര്യം അവരുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും പറയാം എന്നൊക്കെ ഒരു ഇത്. എന്താണെന്നറിയില്ല, എപ്പോഴും എനിക്കിപ്പോൾ വിഷമമുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഇന്നലെ പ്രത്യേകമായിട്ട് ഒരുപാട് നേരം കരഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥകളൊന്നും ഇപ്പോൾ നമുക്ക് പറയണ്ട, അതിനകത്ത് പറയാൻ പറ്റില്ലല്ലോ. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാത്തതും ഉണ്ടാവുമല്ലോ. പക്ഷെ എൻ്റെ ഉമ്മായും വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ല, സത്യമാണ്, ഞങ്ങളുടെ എല്ലാ മക്കളുടെ അടുത്തും ഓടിയെത്തുമായിരുന്നു. ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ എൻ്റെ ഉമ്മ വന്നേനെ. എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു സങ്കടം. എൻ്റെ അനിയത്തിനെ കാണാൻ തോന്നുന്നുണ്ട്, എൻ്റെ മൂത്തിത്താനെ കാണാൻ തോന്നുന്നു. ഈ മഴയത്ത് ഇന്നിരുന്നപ്പോൾ തീരെ വയ്യായിരുന്നു. കൊച്ചൊക്കെ സൗണ്ടൊക്കെ ശരിയായി. എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോകാൻ തോന്നി. എന്തൊക്കെയോ കുറേ സങ്കടങ്ങൾ. ഉമ്മൻ്റെ ഇറങ്ങിയിലും ഉമ്മനെ കെട്ടിപ്പിടിച്ച് കിടക്കായിരുന്നു. എല്ലാവരും ഉമ്മമാരുടെ വില അറിയണം. ഞാനുള്ളത് കൊണ്ട് എൻ്റെ മക്കൾക്ക് അവർ പറയുന്ന സ്ഥലത്ത് ഓടിയെത്താൻ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ചെന്നിരിക്കും. പറ്റില്ലെങ്കിലും മക്കൾ വന്ന് വിളിച്ചാൽ പറ്റില്ലെങ്കിലും ഞാൻ എണിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കും. പക്ഷെ ഉമ്മച്ചിക്ക് സുഖമുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും അല്ല അവർക്കറിയേണ്ടത്. കാര്യം നല്ല മക്കളാണ്, പക്ഷെ അതല്ല അവരുടെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവർക്ക് ഉമ്മച്ചി അത് ചെയ്തില്ല, ഉമ്മച്ചിക്ക് പറ്റുമ്പോൾ സൗകര്യം ചെയ്താൽ മതിയല്ലോ എന്നൊരു തോന്നൽ വരില്ലേ. പക്ഷെ അത് തോന്നിക്കാതെ ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നില്ല, എൻ്റെ മോൾക്ക് സുഖമില്ല, അവൾ ചിലരുടെ കിടന്നോട്ടെ, മോനോട് കിടന്നോ, അതിൽ ഞാനത് ചെയ്യാം എന്ന് പറയില്ലേ. നമുക്ക് അങ്ങനെ പറയാൻ, നമ്മുടെ മക്കൾക്ക് പറയാൻ ഞാനുണ്ട്, എൻ്റെ മക്കൾക്ക് പറയാം, എനിക്ക് പറയാൻ ആരുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമം, ഒറ്റപ്പെടലിൻ്റെ വേദന ഒന്നും ആർക്കും മനസ്സിലാവില്ല. ഇതൊക്കെ സത്യമായ വാർത്തകളാണ്. ഒരു സങ്കടമാണ്. ഇനിയിപ്പോൾ എന്താ, കുറേ നാൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം, മരിക്കണം. അവിടെ ചെല്ലുമ്പോൾ ഇൻഷാ അല്ലാ ആ പനുമാനെയൊക്കെ കാണാൻ സാധിക്കുമായിരിക്കും. നമ്മുടെ നിയമത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലത് ചെയ്താൽ നല്ലവരെ. എൻ്റെ ഉമ്മ സ്വന്തം ഷഹാദത്ത് കലിമ ചൊല്ലി കൈ കെട്ടി മരിച്ച്, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ഉമ്മ തന്നെത്താൻ ഷഹാദത്ത് കലിമ ചൊല്ലി കൈ കെട്ടി ആണ് മരണപ്പെട്ടത്. അതുപോലെ എൻ്റെ കയ്യിൽ പിടിച്ചു, ഞാൻ കുഞ്ഞതായിരുന്നു, എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മച്ചി പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ കൈ കൊണ്ട് അപ്പുറത്തേക്ക്, അതാണ് ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളതിനകത്തുണ്ടെന്ന്. എൻ്റെ കൈ പിടിച്ച് കട്ടിലിൻ്റെ ആ ഭാഗത്തേക്ക് ഉമ്മച്ചി ഇരിഞ്ഞു പോയി. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ വാപ്പച്ചി വന്ന് ആ കൈ പിടിച്ചു. അപ്പം മരിച്ചു എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആർക്ക് വീട്ടിൽ വന്നപ്പോഴാണ് എന്നെ അറിയണം മരിച്ചു. ഞാനും എൻ്റെ അനിയത്തി എൻ്റെ ആങ്ങളെ മാത്രമാണ് അന്നേരം വീട്ടിലുണ്ടായിരുന്നത്. എൻ്റെ വാപ്പായി തമാരെ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞായിരുന്നു. അവരും ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു വിട്ടു. ഉമ്മയുടെ വാപ്പാടും ഖബർ വിശാലമായി കൊടുത്തിട്ട് അമ്മ നല്ലൊരു ഉമ്മയായിരുന്നു. പിന്നെ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഉമ്മയുടെയും വാപ്പാടെയും ഖബർ വിശാലമാക്കട്ടെ. അള്ളാഹു എല്ലാ ബാലക്കുട്ടികളും ഒരുപാട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കും അള്ളാഹു സ്വർഗത്തിലുള്ള എല്ലാവരെയും കൂട്ടത്തിൽ അവരെയും ചേർക്കുമാറാകട്ടെ. ഉമ്മാക്ക് വേണ്ടി ഞങ്ങളെല്ലാ മക്കളും ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എപ്പോഴും. എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് അറിയാവുന്നവരാരും ദുആ ചെയ്യാതിരിക്കില്ല. എൻ്റെ ഉമ്മാനെ അറിയാത്തവരാരുമില്ല. അതൊക്കെ നല്ലൊരു ഉമ്മായിരുന്നു. ഞാൻ ഓർക്കാൻ പറ്റുന്ന അവസരമാണ്, എന്നും ഓർക്കും. പക്ഷേ ഇപ്പോൾ പ്രത്യേകമായിട്ടൊന്നും ഓർക്കാൻ എനിക്ക് സങ്കടങ്ങൾ ഒരുപാട് വന്നു. ഭയങ്കര മേലുവേദനയും തലവേദനയും, ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ പോലും പറ്റാത്ത